ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെയിൻ ടിപ്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബയോളജിയിലെ +2 പോർഷനിലെ ചാപ്റ്റർ 4 റീപ്രൊഡക്റ്റീവ് ഹെൽത്താണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ ഇൻട്രൊഡക്ടറി പോർഷൻ പഠിച്ചു, അതായത് എന്താണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞ് ടേം കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് പ്രോബ്ലംസ് എന്താണ്, പിന്നെ സ്ട്രാറ്റജിയൊക്കെ പഠിച്ചു, ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്ത കുറേ കാര്യങ്ങൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പോപ്പുലേഷൻ സ്റ്റെബിലൈസേഷൻ ആൻഡ് ബർത്ത് കൺട്രോൾ. പോപ്പുലേഷനെ സ്റ്റേബിളാക്കി വെക്കുന്നത് എങ്ങനെയാണെന്നും അതിനുവേണ്ടി ബർത്തിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയുമാണ് പറയുന്നത്. ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലെ ഓരോ ലൈൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ കണക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കുറേ ടേംസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അതെല്ലാം ചോദിക്കാൻ പബ്ലിക് എക്സാമിനായിക്കോട്ടെ, അല്ലാത്ത എക്സാം കോമ്പറ്റേറ്റീവ് എക്സാംസ് ആയിക്കോട്ടെ ഒക്കെ ചോദിക്കാൻ, നിറയെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചാപ്റ്ററാണ്. നമുക്ക് സ്കോർ ചെയ്യാനും പെട്ടെന്ന് പറ്റുന്ന ചാപ്റ്ററാണ്. ഒന്ന് കെയർഫുള്ളായിട്ട് വായിച്ചാൽ മതി, ഓരോ സെൻറ്റൻസും കെയർഫുള്ളായിട്ട് വായിച്ചാൽ മതി. In the last century, an all-round development in various fields significantly improved the quality of life of the people. നമുക്കറിയാവുന്ന കാര്യം എന്താ, ഈ കഴിഞ്ഞ വർഷങ്ങളായിട്ട് പല ഫീൽഡിലും എന്ത് നടന്നിട്ടുണ്ട്, ഡെവലപ്മെൻറ്റ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഉയർച്ച വന്നിട്ടുണ്ട്. ആ ഡെവലപ്മെൻറ്റ് എന്തിന് ഹെൽപ്പ് ചെയ്തു? മനുഷ്യൻ്റെ ജീവിതശൈലി, ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലേ, മനുഷ്യൻ്റെ ആ ഒരു ജീവിതത്തിൻ്റെ ക്വാളിറ്റി തന്നെ എന്ത് ചെയ്തു? ഇമ്പ്രൂവ് ചെയ്തു. However, increased health facilities along with better living conditions had an explosive impact on the growth of population. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലൈനാണ്. ഒരു ഹ്യൂജ് ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ പോപ്പുലേഷൻ ഇതുപോലെ ജനസംഖ്യ ഇത്രത്തോളം കൂടാനുള്ള മെയിനായിട്ടുള്ള 2 കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇൻക്രീസ്ഡ് ഹെൽത്ത് ഫെസിലിറ്റീസ്, ആരോഗ്യ മേഖലയിലുള്ള ഉയർച്ച അല്ലെങ്കിൽ വളർച്ച. ആരോഗ്യ മേഖല എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആരോഗ്യ മേഖലയിൽ എന്തുണ്ടായി? വളർച്ച ഉണ്ടായി. ആൻഡ് വിത്ത് ബെറ്റർ ലിവിങ് കണ്ടീഷൻസ്, നല്ല ജീവിത സാഹചര്യങ്ങളും ഉണ്ടായി. ഇപ്പം ഈ 2 കാരണങ്ങൾ ഡെവലപ്മെൻറ്റ് നടന്നപ്പോഴാണ് എന്തൊക്കെ സംഭവിച്ചത്? ഹെൽത്ത് ഫെസിലിറ്റി കൂടി, അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങളും പലരുടെയും ഇമ്പ്രൂവ് ചെയ്തു. ഇത് രണ്ടും ഇമ്പ്രൂവ് ചെയ്തതാണ് എന്തിന് കാരണം? പോപ്പുലേഷൻ കൂടാനുള്ള മെയിൻ കാരണം, അല്ലെങ്കിൽ ഭയങ്കര എക്സ്പ്ലോസീവ് ഇമ്പാക്റ്റ് പോപ്പുലേഷൻ കൂടാനുള്ള 2 കാരണങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഇൻക്രീസ്ഡ് ഹെൽത്ത് ഫെസിലിറ്റീസ്, 2 ബെറ്റർ ലിവിങ് കണ്ടീഷൻ. ഇതിനാണ് എക്സ്പ്ലോസീവ് ഇമ്പാക്റ്റ് ഓൺ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. പോപ്പുലേഷൻ എക്സ്പ്ലോസീവായിട്ട് കൂടാനുള്ള കാരണം ഇവ 2 പേരാണ്. The world population, which was around 2 billion in 19,000, rocketed to about 6 billion by 2000 and 7.2 billion in 2011. അതായത് 1900 ലോക പോപ്പുലേഷനാണ് പറയുന്നത്. വേൾഡ് പോപ്പുലേഷൻ എങ്ങനെയായിരുന്നു? വേൾഡ് പോപ്പുലേഷൻ 1900 എത്ര വരും? 2 ബില്യൺ ആയിരുന്നു, അല്ലെങ്കിൽ 2000 മില്യൺ എന്ന് പറയും. അത് 2000 ആയപ്പോഴത്തേക്കും എന്ത് ചെയ്തു? 6 ബില്യൺ ആയിട്ട് മാറി. 100 വർഷം കൊണ്ട് 6 ബില്യൺ ആയി. ആൻഡ് 2011 ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? 1.2 ബില്യൺ കൂടി, 7.2 ബില്യൺ ആയി ലോകത്തിലെ പോപ്പുലേഷൻ. അപ്പം ആ കണക്ക് നിങ്ങൾ എഴുതേണ്ട വേൾഡ് പോപ്പുലേഷൻ എഴുതിയിട്ട് ഇങ്ങനെ തന്നെ എഴുതണം. ഇപ്പം എഴുതുമ്പം വേൾഡ് പോപ്പുലേഷൻ എഴുതണം. വേൾഡ് പോപ്പുലേഷൻ 1900 എത്രയാ? 2 ബില്യൺ, അല്ലെങ്കിൽ 2000 മില്യൺ ആണെന്ന് എഴുതണം. അത് 100 വർഷങ്ങൾ കൊണ്ട്, അതായത് 2000 ആയപ്പോഴത്തേക്ക് വേൾഡ് പോപ്പുലേഷൻ എത്രയായി? 2ൽ നിന്ന് 6 ബില്യൺ ആയി, 4 ബില്യൺ കൂടെ കൂടി. ഇനി 2011 വെറും 10 വർഷം കൊണ്ട് 7.2 ബില്യൺ ആയി. 1.2 ബില്യൺ ഇൻക്രീസ് 10-11 വർഷങ്ങൾ കൊണ്ട് ഉണ്ടായി. ഇപ്പം ഇതാണ് വേൾഡ് പോപ്പുലേഷനിലുള്ള ഇൻക്രീസ്.
എ സിമിലർ ട്രെൻഡ് വാസ് ഒബ്സർവ്ഡ് ഇൻ ഇന്ത്യ ടു. ഇന്ത്യയിലും എന്ത് ചെയ്തു, ഒരു സിമിലർ ട്രെൻഡ് തന്നെയാണ് ഒബ്സർവ് ചെയ്തത്. അവർ പോപ്പുലേഷൻ വിച്ച് വാസ് അപ്രോക്സിമേറ്റ്ലി 350 million അറ്റ് ദി ടൈം ഓഫ് അവർ ഇൻഡിപെൻഡൻസ് റീച്ച്ഡ് close to billion mark by 2000 and cross to 1.2 billion in May 2011. ഭയങ്കര ചേഞ്ചാണ് പോപ്പുലേഷനിൽ സംഭവിച്ചത്. എന്താ പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യയിൽ ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത്, അതായത് ഏകദേശം 1948 സമയത്ത് എത്രയായിരുന്നു, ഒരു 350 million മാത്രമേ ഉള്ളായിരുന്നു. 2000 ആയപ്പോഴത്തേക്കും 50 വർഷങ്ങൾ കൊണ്ട് എത്രയായി, 1 billion ആയി. ആൻഡ് ക്രോസ് ടു 1.2 billion 1.2 ബില്യൺ ക്രോസ് ചെയ്ത് മെയ് 2011. അപ്പം ഇന്ത്യയിൽ ഇത്രയും എന്ത് ചെയ്തു, പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടായി. ഇന്ത്യയുടെ പോപ്പുലേഷൻ ഗ്രോത്ത് നമുക്ക് ഇതുപോലെ തന്നെ എഴുതി പഠിക്കണം. ഇന്ത്യാസ് പോപ്പുലേഷൻ എഴുതിയിട്ട്, ഇന്ത്യാസ് പോപ്പുലേഷൻ എത്രയാ, ഇന്ത്യയുടെ പോപ്പുലേഷൻ ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത്, അറ്റ് ദി ടൈം ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത് 350 million ഉള്ളായിരുന്നു. അത് 2000 ആയപ്പം 2000 ആയപ്പോഴത്തേന് എത്രയായി, 1 billion ആയി. 2011 ആയപ്പോഴത്തേക്കും 1.2 billion ആയി. അപ്പം ഇതാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ വ്യത്യാസം. മറ്റേത് ആദ്യം നോക്കിയത് വേൾഡ് പോപ്പുലേഷനിലെ മാറ്റമാണ്. എ റാപ്പിഡ് ഡിക്ലൈൻ ഇൻ ഡെത്ത് റേറ്റ്, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ആൻഡ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ആസ് വെൽ ആസ് എൻ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ റീപ്രൊഡ്യൂസിബിൾ ഏജ് ആർ പ്രോബബിൾ റീസൺ ഫോർ ദിസ്. ഇനിയും ഇന്ത്യയിൽ ഇത്രത്തോളം, അല്ലെങ്കിൽ വേൾഡിൽ തന്നെ ഇത്രത്തോളം പോപ്പുലേഷൻ ചേഞ്ച് വരാനുള്ള കാരണം എന്താ, ആദ്യം നമ്മൾ പഠിച്ച് ഹെൽത്ത് ഫെസിലിറ്റീസും ലിവിങ് കണ്ടീഷനും ഇമ്പ്രൂവ് ആയെന്ന്. അതുപോലെ തന്നെ ഹെൽത്ത് ഫെസിലിറ്റീസൊക്കെ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ എന്താ കുറയുന്നത്, ഡെത്ത് റേറ്റ് കുറഞ്ഞു. എന്തൊക്കെ കുറഞ്ഞു, ഇവിടെ പറയുന്നുണ്ട്, ഡെത്ത് റേറ്റ്, മരണനിരക്ക് കുറഞ്ഞു. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, അമ്മമാർ മരിക്കുന്ന റേറ്റ് അത് കുറഞ്ഞു. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, കുഞ്ഞ് മരിക്കുന്ന ആ റേറ്റ് കുറഞ്ഞു. ആസ് വെൽ ആസ് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ റീപ്രൊഡ്യൂസിബിൾ ഏജ്. പിന്നെന്താ, റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ആളുകളുടെ എണ്ണവും എന്ത് ചെയ്തു, ഇൻക്രീസ്. ഈ 4 കാരണങ്ങൾ എന്തിന് കാരണമായി, ഈ വളരെ പെട്ടെന്ന് പോപ്പുലേഷൻ ഇങ്ങനെ ഗ്രോ ചെയ്യുന്നതിന് കാരണമായി. എന്തൊക്കെ കാരണങ്ങളാണ് പോപ്പുലേഷൻ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. Through our reproductive child health program, though we could bring down the population growth rate, it was only marginal. നമുക്കറിയാം എന്താ, നമ്മുടെ ഗവൺമെൻറ് എന്താ റീപ്രൊഡക്റ്റീവ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാമൊക്കെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ച RCH പ്രോഗ്രാമിൽ എന്താ ഫാമിലി പ്ലാനിങ് ഉള്ളത്. അതായത് ഒരു ഫാമിലിയിൽ ഇത്ര കുട്ടികളെ പാടുള്ളൂ, അത്ര കുട്ടികൾ വെച്ചാണെങ്കിൽ എന്ത് ചെയ്യും, ഗവൺമെൻറ് റിവാർഡുകളും ഗിഫ്റ്റൊക്കെ കൊടുക്കും. അങ്ങനെ ഒരു പദ്ധതിയാണ് RCH പ്രോഗ്രാമിൽ വരുന്നത്. അപ്പം അതൊക്കെ ആ പ്രോഗ്രാമൊക്കെ കൊണ്ട് നമുക്ക് ബർത്ത് റേറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതൊരു പരിധി വരെ മാത്രമേ സാധിക്കുന്നുള്ളൂ. According to the 2011 census report, the population growth rate was less than 2%. എന്താ 2011 അവസാനം സെൻസസ് ആണ് 2011. 2011 സെൻസസ് റിപ്പോർട്ട് പ്രകാരം പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ജനസംഖ്യയുടെ വളർച്ചയെന്ന് പറഞ്ഞാൽ എന്താ, ലെസ് ദാൻ 2%, 2% കുറവാണ്. അതായത് 20 per 1000 per year എന്ന് പറഞ്ഞാൽ എവ്രി 1000 ഇൻഡിവിജ്വൽ 20 ന്യൂ ഇൻഡിവിജ്വൽ. എല്ലാ ഒരു ഇയറുള്ള 1000 ആൾക്കാരെടുത്താൽ അതിൽ 20 പുതിയ ആൾക്കാർ ഉണ്ടാവുന്നുണ്ട്. എ റേറ്റ് അറ്റ് വിച്ച് അവർ പോപ്പുലേഷൻ കുഡ് ഇൻക്രീസ് റാപ്പിഡ്ലി. സച്ച് ആൻ അലാർമിംഗ് ഗ്രോത്ത് റേറ്റ് കുഡ് ലീഡ് ടു ആൻ അബ്സല്യൂട്ട് scarcity of even the basic requirement, that is food, shelter and clothing, in spite of significant progress made in those areas. എന്താ ഇവിടെ പറഞ്ഞത്, അതായത് 2011 സെൻസസ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് 2% കുറവാണ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, 20 per 1000 per year. അതായത് ഓരോ 1000 ആൾക്കാരെ എടുത്താലും പുതിയ 20 പേര് ഉണ്ടാവുന്നുണ്ട്.
നമ്മുടെ പോപ്പുലേഷൻ ഒരുപാട് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രോത്ത് റേറ്റാണ് ശരിക്കും അത്. സച്ച് ആൻ അലാമിങ് ഗ്രോത്ത് റേറ്റ്. ഇങ്ങനത്തെ ഒരു ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു കണക്കനുസരിച്ചിട്ടാണ് നമ്മുടെ ഗ്രോത്ത് പോകുന്നതെങ്കിൽ ബേസിക് റിക്വയർമെൻ്റ് ആയിട്ട് ഫുഡിന് സ്കേഴ്സിറ്റി ഉണ്ടാകും, ക്ഷാമം ഉണ്ടാകും, ഷെൽട്ടറിന് ക്ഷാമം ഉണ്ടാകും, വസ്ത്രത്തിന് ക്ഷാമം ഉണ്ടാകും. ഇതിൻ്റെയൊക്കെ മേഖലയിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ് ഉണ്ടായെന്ന് പറഞ്ഞാലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യും, ഇതുപോലെയാണ് ഗ്രോത്ത് റേറ്റ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ ക്ഷാമങ്ങൾ ഉണ്ടാവും. Therefore the government was forced to take up serious measures to check ദിസ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഫോഴ്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ശക്തമായിട്ട് എന്ത് ചെയ്യേണ്ടു, ഈ പോപ്പുലേഷൻ ഗ്രോത്ത് തടയാൻ വേണ്ടി കുറേ കാര്യങ്ങൾ മെഷേഴ്സ് അല്ലെങ്കിൽ കുറേ പദ്ധതികളൊക്കെ എന്ത് ചെയ്തു, അവരെടുക്കേണ്ടതായിട്ട് വന്നു. ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് to overcome this problem is to motivate smaller families by using various contraceptive methods. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് എന്തായിരുന്നു, ചെറിയ ഫാമിലികളെ എന്ത് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക. ഒരുപാട് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഉണ്ടെന്ന്, അതായത് ബർത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് അവരൊക്കെ എന്ത് ചെയ്യുക, ഓരോ ഫാമിലീനെയും എന്ത് ചെയ്യുക, അതിനെ പറ്റി അവർക്ക് ബോധവൽക്കരണം കൊടുക്കുന്നതായിരുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു step. You might have seen advertisements in the media as well as posters or bill etc. showing a happy couple with 2 children with a slogan hum do hamare do, we too our too. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പരസ്യങ്ങൾ, ടി വിയിലായിക്കോട്ടെ റേഡിയോയിലായിക്കോട്ടെ പരസ്യം കാണാം, അല്ലെങ്കിൽ പോസ്റ്ററൊക്കെ ആയിട്ടൊക്കെ കാണാം. ഒരു കുഞ്ഞു ഫാമിലി വിത്ത് 2 ചിൽഡ്രൻ, 2 കുട്ടികൾ എന്നിട്ട് ഒരു സ്ലോഗൻ ഹം ദോ ഹമാരെ ദോ, അതായത് നാം 2 നമുക്ക് 2 എന്നൊന്ന് ഒരു സ്ലോഗനും പറഞ്ഞുകൊണ്ട് ഉള്ള പോസ്റ്റേഴ്സൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ പോസ്റ്റേഴ്സൊക്കെ എന്തിൻ്റെ ഭാഗമാണ്, ഈ ഒരു ഫാമിലീനെ ഒക്കെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാൻ, അതായത് 2 കുഞ്ഞുങ്ങൾ മതി എന്നുള്ളൊരു കോൺസെപ്റ്റ് നല്ലതാണെന്ന് അവരെയൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പോസ്റ്ററാണത്. മെനി കപ്പിൾസ്, മോസ്റ്റ്ലി ദി യങ് അർബൻ വർക്കിംഗ് വൺസ് ഹാവ് ഈവൻ അഡോപ്റ്റഡ് ആൻഡ് 1 ചൈൽഡ് നോം. പക്ഷെ ഒരുപാട് കപ്പിൾസ് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അർബൻ ഏരിയാസിൽ താമസിക്കുന്ന, അതായത് സിറ്റികൾ അങ്ങനെയൊക്കെ ഉള്ളവരിൽ ഇപ്പോൾ കണ്ടുവരുന്ന 1 ചൈൽഡ്, ഒരു ചൈൽഡ് മതി എന്നുള്ള ഒരു രീതി തന്നെ, ഒരു ചൈൽഡ് മതി എന്നുള്ള രീതി തന്നെ അവരുടെ ഇടയിലേക്ക് ആയിട്ടുണ്ട്. Statutory raisings of marriageable age of the female to 18 years and that of male to 21 years and incentives given to couples with small families are 2 of the other measures taken to tackle this problem. പിന്നെ ഈ പ്രോബ്ലത്തിനെ മറികടക്കാൻ വേണ്ടി ഗവൺമെൻറ് ഇംപ്ലിമെൻ്റ് ചെയ്ത 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, മാരേജബിൾ ഏജ് എന്ത് ചെയ്തു, റേസ് ചെയ്തു. അതായത് ഫീമെയിലിന് 18 വയസ്സും മെയിലാണെങ്കിൽ എത്ര വയസ്സ്, 21 ഇയേഴ്സ് എന്നുള്ള ഒരു മാരേജബിൾ ഏജ് എന്ത് ചെയ്തു, റേസ് ചെയ്തു. അതുപോലെ ഇൻസെൻറ്റീവ്സ് ഗിവൺ ടു കപ്പിൾസ് വിത്ത് സ്മോൾ ഫാമിലീസ്, കുഞ്ഞു ഫാമിലിയാണ് അവർക്ക് ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒരു പാരിതോഷികം എന്ന് പറയും, ഗിഫ്റ്റുകൾ അല്ലെ റിവാർഡ്, ഇതൊക്കെ കൊടുക്കുന്നത് എന്ത് ചെയ്തു, ഇതൊക്കെ കൊടുക്കുന്നതും ഒരു പദ്ധതിയായിരുന്നു. അങ്ങനെ ദീസ് ആർ ദി 2 ഓഫ് ദി അതർ മെഷേഴ്സ് ടേക്കൺ ടു ടാക്കിൾ ദിസ് പ്രോബ്ലം. ഇങ്ങനെ ഒരുപാട് ജനസംഖ്യ അല്ലെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്ത് കുറയ്ക്കാൻ വേണ്ടി ഗവൺമെൻറ് കണ്ടുപിടിച്ച 2 പദ്ധതിയാണ്. ഒന്ന് മാരേജബിൾ ഏജ് കൂട്ടി, ഫീമെയിലിനാണെങ്കിൽ 18ഉം ബോയ്സിനാണെങ്കിൽ മെയിലാണെങ്കിൽ 21 ആക്കി. അതുപോലെ തന്നെ സ്മോൾ ഫാമിലി ആണെങ്കിൽ അവർക്ക് പാരിതോഷികം ഗവൺമെൻറ് കൊടുക്കാനും തുടങ്ങി. ഇങ്ങനെ ഗവൺമെൻറ് കുറേ പദ്ധതികൾ ഇറക്കി. ലെറ്റ് us describe some of the commonly used contraceptive methods which help prevent unwanted pregnancies. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് some of the commonly used, ഒരു കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ചില കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ത് ചെയ്തു, വിച്ച് ഹെൽപ്പ് പ്രിവെൻറ്റ് അൺവാണ്ടഡ് പ്രഗ്നൻസീസ്, ആവശ്യമില്ലാത്ത പ്രഗ്നൻസികൾ തടയാൻ വേണ്ടിയുള്ള ചില കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സാണ്
ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗവൺമെൻറ് കുറേ കോൺട്രാസെപ്റ്റീവ് മെത്തേഡുകളെ പറ്റി ഫാമിലീനെ എല്ലാം ബോധവൽക്കരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി ആ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇപ്പം കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്നൊക്കെ പറഞ്ഞു. ഇനി എന്താ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എനി മെത്തേഡ് ഓർ പിൽസ് ദാറ്റ് കൺട്രോൾ പ്രഗ്നൻസി, അല്ലെങ്കിൽ ബർത്തിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രഗ്നൻസിയെ കൺട്രോൾ ചെയ്യുന്ന ഏതൊരു മെത്തേഡോ അല്ലെങ്കിൽ പിൽസോ ആയിക്കോട്ടെ, അതിനെയാണ് നമ്മൾ എന്താ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രഗ്നൻസിനെ കൺട്രോൾ ചെയ്യുന്നത്, കൺട്രോൾ പ്രഗ്നൻസി. പ്രഗ്നൻസിനെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതിന് ഐഡിയൽ കോൺട്രാസെപ്റ്റീവ്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് എന്താ, ഒരു ലക്ഷണമൊത്ത ഒരു കോൺട്രാസെപ്റ്റീവിൻ്റെ അല്ലെങ്കിൽ ഐഡിയൽ കോൺട്രാസെപ്റ്റീവിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നാണ്. എന്താ, ഒന്ന് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. അവർ ഉപയോഗിക്കുന്ന ആൾക്ക് ഇറിറ്റേഷൻസോ ഇച്ചിങ്ങോ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതാണ് യൂസർ ഫ്രണ്ട്ലി. പിന്നെ ഈസിലി അവൈലബിൾ. ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളതാണെങ്കിൽ ഒക്കെ നമുക്ക് വാങ്ങാനൊന്നും പറ്റത്തില്ല. അപ്പം ഈസിലി അഫോർഡബിൾ ആയിരിക്കണം. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ കിട്ടുന്ന, ഈസിലി അവൈലബിൾ ആവണം. ഇനി ഇഫക്റ്റീവ് ആയിരിക്കണം. ഉറപ്പായിട്ടും കോൺട്രാസെപ്റ്റീവ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രഗ്നൻസി നടക്കാൻ പാടില്ല. അപ്പം ഇഫക്റ്റീവ് ആയിരിക്കണം. പിന്നെ റിവേഴ്സിബിൾ ആയിരിക്കണം. നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ തക്കവണ്ണം ഉള്ളതായിരിക്കണം. വിത്ത് നോ ഓർ അറ്റ് ലീസ്റ്റ് സൈഡ് എഫക്റ്റ്. ഒന്നെങ്കിൽ സൈഡ് എഫക്റ്റ് ഇത്തിരിയോ കുറച്ച് പോലും സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തത് ആയിരിക്കണം. അപ്പം ഇതാണ് ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവിൻ്റെ ക്വാളിറ്റീസ്. യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം, ഈസിലി അവൈലബിൾ, ഇഫക്റ്റീവ്, റിവേഴ്സിബിൾ, വിത്ത് നോ ഓർ അറ്റ് ലീസ്റ്റ് സൈഡ് എഫക്റ്റ്. ഇത്രയും സൈഡ് എഫക്റ്റ് ഒന്നും കാണാൻ പാടില്ല. ഇത്രയാണ് ക്വാളിറ്റീസ്. ഇറ്റ് ഓൾസോ should no in way interfere with the sexual drive, desire or the sexual act of the user. പിന്നെ അതിന് വേറൊരു ക്വാളിറ്റിയും കൂടെ വേണം. എന്താ, അതൊരിക്കലും സെക്ഷൽ ഡ്രൈവ് അല്ലെങ്കിൽ ആ ഒരു ഡിസയർ അല്ലെങ്കിൽ സെക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും അത് ഇൻ്റർഫിയർ ചെയ്യില്ല, അല്ലെങ്കിൽ അതൊരു ബാരിയറായിട്ട് അവിടെ നമുക്ക് തോന്നരുത്. യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരിക്കലും ഒരു തടസ്സമായിട്ട് തോന്നരുത്. A wide range of contraceptive methods are presently available, which could be broadly grouped in the following categories, namely natural or traditional, barrier, IUDs, oral contraceptive, injectables, implants and surgical methods. ഒരുപാട് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഇന്ന് അവൈലബിൾ ആണ്. അതിനെ നമ്മൾ മെയിനായിട്ട് ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പം ഏതൊക്കെ കാറ്റഗറിയിൽ പെടും, നാച്ചുറൽ അല്ലെങ്കിൽ ട്രഡീഷണൽ, പിന്നെ ബാരിയർ ഉണ്ട്, IUDs ഉണ്ട്, ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്, ഇൻജെക്റ്റബിൾസ്, ഇംപ്ലാന്റ്സ് ആൻഡ് സർജിക്കൽ. ഇത്രയാണ് മെയിൻ കാറ്റഗറീസ്. ഇവരിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതൊക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഇത്തരത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. താങ്ക് യു.